നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ 2 നോട്ടിഫിക്കേഷൻ്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിന്ന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ജോലി എന്താണെന്നും ജോലി ഡ്യൂട്ടീസ് എന്താണെന്നും അതുപോലെ എക്സാം ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതോടൊപ്പം ഇപ്പോൾ PSCയുടെ വൺ ടൈം പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ കുറച്ച് OTPയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ OTP വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇമെയിൽ ഐ ഡിയും OTPയും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. വെരിഫൈ ചെയ്യാൻ പറ്റാത്തവർക്ക് അവിടെ ഒരു ഗ്രീൻ കളറിൽ പെൻസിൽ ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ചേഞ്ച് ചെയ്തുകൊണ്ട് OTP ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് OTP വരുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് എഡിറ്റ്, അതായത് റീ എൻട്രി ചെയ്യുക. ആ ഒരു ഗ്രീനിൽ പെൻസിൽ ചിഹ്നത്തിൽ തൊട്ട ശേഷം റീ എൻട്രി ചെയ്ത ശേഷം OTP കൊടുക്കുന്ന സമയത്ത് OTP വരുന്നതാണ്. മെയിലിലേക്ക് OTP വരാൻ കുറച്ച് ലാഗ് ഉണ്ട്. സ്പാം കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇമെയിലിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മെയിൽ വരുന്നില്ല എങ്കിൽ സ്പാം ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 പോസ്റ്റിലേക്കാണ് ഇപ്പോൾ കൺഫർമേഷൻ വന്നിരിക്കുന്നത്. ഒന്ന് 63/2023 65/2024. ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റ് എല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിലെ വിവിധ കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റാണ്. ഇത് 10ാം ക്ലാസ്സൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റായിരുന്നു. ഡിഗ്രി ക്വാളിഫിക്കേഷനായിട്ട് ഉണ്ടാവരുത്. LGS മോഡൽ ഒരു വേക്കൻസിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സിലബസും കാര്യങ്ങളൊക്കെ LGS മോഡലാണ്. ഏതാണ്ട് 100ന് മുകളിൽ വേക്കൻസി ഇപ്പോൾ തന്നെ ഈ ഒരു പോസ്റ്റിനകത്തുണ്ട്. എന്നാൽ ബ്ലെൻഡിങ് അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്കാണ്. അത് ഡ്യൂട്ടീസായിട്ട് വരിക നിങ്ങൾക്ക് അൺലോഡിങ് ആൻഡ് ലോഡിംഗ് ഒക്കെയാണ്. ട്രക്കിലേക്കും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ അൺലോഡിംഗ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളായിട്ടൊക്കെ വരിക. അതിൽ ഒരു വേക്കൻസിയാണ് നിലവിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ കൊടുക്കേണ്ട അവസാന തീയതി വന്നിരിക്കുന്നത് 11/8/2024. നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒരു കൺഫേം നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണെന്നും താലൂക്ക് ഏതാണെന്നും ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത ശേഷം എക്സാം നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടതെന്നുള്ള ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത ശേഷം സെൻഡ് OTP കൊടുക്കുക. നിങ്ങൾ മൊബൈലിലേക്ക് OTP വരുന്നതാണ്. ആ ഒരു OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റും കൂടി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ സൈറ്റിൽ ചെറിയൊരു ബിസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ OTP ഒക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ വൈകുന്നുണ്ടാവും. അതിനുശേഷം നമുക്കിവിടെ അതിൻ്റെ എക്സാം ഡേറ്റ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. എക്സാം വരുന്നത് 17/10/2024 തേഴ്സ്ഡേ ആണ് ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് രാവിലെ ആയിരിക്കും എക്സാം. രാവിലെ ഒരു 7:15 ആവാനാണ് സാധാരണ ഈ ഒരു വർക്കിംഗ് ഡേയ്സിലൊക്കെ വരുന്ന സമയത്ത് രാവിലെയാണ് സാധാരണയായിട്ട് എക്സാമൊക്കെ ഉണ്ടാവാറുള്ളത്. സാറ്റർഡേ ഒക്കെ ആണെങ്കിൽ ഉച്ചയ്ക്കായിരിക്കും എക്സാം. അപ്പോൾ സൈറ്റ് അത്യാവശ്യം ബിസി ആയിട്ടുണ്ട്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഒന്ന്, സൈറ്റ് കുറച്ച് ബിസിയുണ്ട്. നിങ്ങൾ 2 ദിവസം കൂടി കാത്തിരുന്ന ശേഷം കൊടുക്കുന്ന സമയത്ത് ബിസിയൊക്കെ മാറുന്നതാണ്. അപ്പോൾ കേരള ബാങ്കിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.